സീരിയസ്ലി എലിസബത്ത് എന്റെ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും അടിപൊളി പരിപാടിയാണ്. അത്ര അടിപൊളി പരിപാടിയാണ്. എല്ലാവരോടും പറയണം, നാളെ മില്യൺ ഡോളേഴ്സ് രണ്ടേലും വെച്ചിട്ട് ഏറ്റവും വലിയ പരിപാടിയാണെന്ന് എല്ലാവർക്കും പറയണം. പക്ഷെ അങ്ങനെ തന്നെയാണ്, മില്യൺ ഡോളേഴ്സ് ഇതുവരെ നടത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി പരിപാടി തന്നെയാണ്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. എന്റെ പേര് മലയാളം ആർക്കറിയാം. കൊറേ പേര് പറഞ്ഞു യൂത്ത് ഫെസ്റ്റിവലാണ്, എത്നിക് ഡേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതാണോ? ഇതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ആ എഴുതി വെച്ചേക്കുന്ന ആ കാർഡ്സ് ഒന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇവിടെ കണ്ടോ 1000 എന്താണ്? അതെ, 5 വർഷങ്ങൾക്ക് മുന്നേ മില്യൺ ഡോളേഴ്സ് പറഞ്ഞ സ്ഥാപനം കേരളത്തിൽ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ആ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 5 വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുന്ന സമയത്ത് 1000 ഗൂഗിൾ റിവ്യൂസ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ പോസ്റ്ററിന് എങ്ങനെയാണ് നിങ്ങളത് ഫുള്ളി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെയാണ് അതിൽ എന്തായിരുന്നു തോട്ട് പ്രോസസ് എന്നുള്ള കാര്യത്തെ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സ്പൂൺ ഫീഡിങ് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പച്ചക്ക് എഴുതി വെച്ചേക്കുന്നത്. ലെറ്റ് യുവർ ഡ്രീംസ് ലീഡ്, ഇറ്റ്സ് നെവർ ടു ലേറ്റ്. അതായത് നോർമലി വരുന്ന പെൻഷൻ, ലോൺ, IMI, ഡെപ്റ്റ് ഇതിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇങ്ങനെ ഒരു ലൈഫാണ് വേണ്ടത്. ഇപ്പുറത്തുള്ള ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ലൈഫ് ഒരിക്കലും ഇനി തിരിച്ചു വരരുത് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് മില്യൺ ഡോളേഴ്സ്. കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്. മില്യൺ ഡോളേഴ്സിന്റെ എല്ലാ കണക്ഷൻസും ഇത് എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് QR സ്കാൻ ചെയ്യാം, വാട്സാപ്പിൽ കണക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നമ്മുടെ കോമഡി എല്ലാ ടീമുകൾക്കും ആദ്യം തന്നെ നമ്മുടെ ടീം മെമ്പർ തന്നെ ഏകദേശം പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ലോൺസ്, ഫാമിലി, സ്ട്രെസ്, ക്രെഡിറ്റ് കാർഡ്സ്, ലൈക്ക് ഒരാൾ സാഡായിട്ട് ഇരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പുറത്തുള്ള ആള് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാണ് ആള്. മില്യൺ ഡോളേഴ്സ് ആണ് ഇത്. നമ്മൾ ലെറ്റ് യുവർ ഡ്രീംസ് ലീഡ് എന്നാണ്. ഇവിടെ നമ്മള് ഇവിടെ ലോസസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇലിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മള് പ്രോഫിറ്റ് ഈ രീതിയിൽ മില്യൺ ഡോളേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈക്ക് ചേഞ്ച്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മില്യൺ ഡോളേഴ്സ് ചരിത്രമാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ്. എത്തി നിൽക്കുന്നു. ഒറ്റ വിഷയമേ ഉള്ളൂ. 500. അപ്പൊ 500ന്റെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ 500ന്റെ മൂത്ത ആളെ ഈ മഞ്ജുറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ മില്യൺ ഡോളേഴ്സിന്റെ ഹോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മള് ഈ ലോകത്തുള്ള എല്ലാവരെയും ഫൈനാൻഷ്യലി ലിറ്ററേറ്റഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹോൾ കോൺസെപ്റ്റ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളിവിടെ കാണുന്നത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് തൊട്ട് പോകുന്ന ഒരു ലൈഫ് സൈക്കിളാണ് കാണുന്നത്. അതായത് ഒരാള് ലൈക്ക് ഒരു 8, 9 വയസ്സ് 10 വയസ്സാകുമ്പോഴേക്കും പൈസ ഏൺ ചെയ്യാൻ തുടങ്ങും. പല ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു മെജോറിറ്റി ഓഫ് 99% ആളുകളും ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു രീതിയിൽ ഇങ്ങനെ പോയിരിക്കും. എന്നിട്ട് നോർമലി അവർ ജോലി ചെയ്യും, ജോലി ചെയ്ത് കുട്ടികളാവും, കുട്ടികൾ അവർ ജോലി ചെയ്യും, ഒരു
ഫാമിലി ആവും, ഫാമിലി ഒരു കുട്ടിയാവും, അവർ വാർദ്ധക്യമാവും. ശരാശരി ജീവിതം കാണിക്കണം. ഏകദേശം ഒരു 50-60 വയസ്സാകുമ്പോഴേക്കും അറിയിക്കും. പക്ഷെ ഇവിടെ ആള് വിചാരിച്ച പോലെ ഇവിടെ ഒരിക്കലും സക്സസ് ആയിട്ട് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ വേറിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും റിസ്ക് എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് ഇറങ്ങും. അവിടെയാണ് ട്രേഡിങ്ങിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത്. അവിടെ ഒരുപാട് റിസ്ക് ഇമോഷൻസ് ഉണ്ടാവും, സ്റ്റോപ്പേഴ്സ് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ ലൂപ്പിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. അവിടെയാണ് മില്യൺ ഡോട്ട്സ് ഒരു ഫണലാവുന്നത്. ഇതൊരു ടൈം മെഷീൻ ആണ്, കാണാൻ പറ്റും. മില്യൺ ഡോട്ട്സിന്റെ എക്സ്പ്ലെയിൻ ഏതാണ് ഈ ഒരു എംപ്ലോയീസിന് ഫിറ്റ് ആവുന്നത്. മില്യൺ ഡോട്ട്സിന് കൊടുക്കുകയും ഇവിടുന്ന് അവർക്ക് റിസ്ക് മോഡലെയും പ്രോഫിറ്റിലൂടെയും അവർക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോവുകയും ആഗ്രഹിച്ച പാർട്ട്ണറെ കൂടെ സന്തോഷത്തോടെ പോവുകയും നല്ലൊരു പർപ്പസ് ബിൽഡ് ചെയ്യും. അതുവഴി ജീവിതം നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 7. Don't be the average, be the 1%. നിങ്ങളുടെ എഫേർട്സ് എല്ലാവരും അടിപൊളിയായിട്ട് 4 ചാർട്ട്സ് 4 രീതിയിൽ വളരെ അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ വിധി നിശ്ചയിക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ സ്കോർ ബോർഡിൽ നമ്മളവിടെ പോയിന്റ്സ് എഴുതുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. എല്ലാവരും ഒരു 2:30 ആവുമ്പോൾ മാക്സിമം എത്താൻ ശ്രമിക്കുക. കടയിലൊക്കെ ഉണ്ട്, പോയി കഴിച്ചു. ഓക്കെ ഓക്കെ. മകൻ വിളിച്ചോടി അവരോട് പറ്റാ പനിപ്പറി മന്തി വാങ്ങാൻ പറയണേ. അച്ഛനോട് ചോദിക്കുക. എടി നീ കേട്ടോ അവൻ പറയുന്നേ? ഞാനൊരു കഴിവ് കേട്ടവനാണ്. അയ്യോ മോനെ, അങ്ങനൊന്നും പറഞ്ഞൂടാ. അച്ഛന്റെ കഴിവൊന്നും പുറത്ത് കാണിക്കാനിട്ടാ, ഞാൻ കുറെ കണ്ടതാ. ഫസ്റ്റ് പ്ലേസ് എത്തിയത് അമ്പാൻ ടീം എന്ന് പറയുന്ന ടീമിനാണ്. വെറും 50 പോയിന്റിന്റെ അത്രത്തോളം എഫേർട്ട് ഇട്ടുണ്ട് ഓരോ കാര്യത്തിനും. ചെറിയൊരു സ്കോർ നിലയുടെ വ്യത്യാസത്തിലാണ് അവർക്ക് സെക്കൻഡ് പ്രൈസ് ആയി പോയത്. പിന്നെ ബെസ്റ്റ് ആക്ടർ ആരാണ്? Thanks. Love you. ഇതൊക്കെ എന്ത്? നമ്മളൊരു സമാപന ഗാനമാണ് ഉദ്ദേശിക്കുന്നത്. സർവീസ് ടീം എല്ലാവരോടാണ് ആ ഗാനം പാടാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ പാട്ട് പാടാനായിട്ട്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, നമ്മുടെ പാട്ടാണ്. ും
അതിന്റെ കൂടെ ഒരു അടിപൊളി കൾച്ചർ ഫെസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ശരിക്കും ഇത് നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിന് സമ്മതിച്ച നമ്മുടെ സംഘാടകരായിട്ടുള്ള ബോർഡ് അവര് വലിയ സംഘാടകർ ഞാൻ ചോദിച്ചാൽ ആ ടീമിന് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് ഇതിനൊരു പരിപാടി നടത്താൻ തരുമോ എന്ന് ചോദിച്ചപ്പോ അത് എന്താണ് സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ആ ഒരു ഡേ വിട്ട് തന്ന ബോർഡിലെ അംഗങ്ങളെ അതേപോലെ നമ്മൾ കെൻസാന മുസൻ സാറിനെ നമ്മൾ ഈ സമയത്ത് സ്മരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മുഖം പോട്ടെ മറിക്കൊഴന്ത് കപത്തില് മാറ്റി പൊടിച്ച് പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ